ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ശേഷം ഇപ്പോൾ ലാഗ് ആവുന്നുണ്ട്, വീഡിയോസൊക്കെ കുറവായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ വീഡിയോയാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോയാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നിൽക്കണം നിപ്പാണ് കേട്ടോ. അത് ഞാനും തേജും മിൻഷേട്ടനും എല്ലാവരും ഒരുമിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എണീച്ച് ആദ്യം തന്നെ ഒന്ന് ഉമ്മർത്ത് പോയി നിന്നു, ഇൻട്രോ എടുക്കാച്ചിട്ടാണ് പോയി നിന്നത്. പക്ഷേ ആകെ മൊത്തം ഹെള അടന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്. പിന്നെ നമ്മൾ എണീച്ച് മിൻഷേട്ടൻ എണീച്ച് ബാത്റൂമിലൊക്കെ പോയപ്പോൾ നമ്മുടെ കട്ടിലൊന്നും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേ മടക്കി ഒതുക്കി ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേജ് എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ആദർശം എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ അമ്മേ, നമുക്ക് ട്രിപ്പ് എങ്ങാനും പോകും എല്ലാവരും കൂടിയിട്ട്. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ മസ്കിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ അവിടെ ഒതുക്കി കഴിഞ്ഞ് ഇനി തേജുവിനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, അങ്ങനെ കുറച്ച് കുഞ്ഞു നമ്മുടേതായ പരിപാടികളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അതായത് ഇന്നലെ അമ്മയും അച്ഛനും എല്ലാവരും കിടന്ന് പായട്ടോ. അപ്പോൾ അതവിടെ അമ്മ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാതിൽ തുറന്നാലേ ഉള്ളിക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അവിടെ വെച്ചേക്ക് കിടന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതേ കട്ടിലിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വന്നാലാണ് കട്ടിലിൻ്റെ അടിയിൽ നിന്നുള്ള ബാണ്ടക്കെട്ടുകളൊക്കെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്ന് കൂടിയാൽ അങ്ങനെയാണ് 2 റൂമിൽ എല്ലാവരും കിടന്ന, പിന്നെ ഹാളിലും അങ്ങനെ കേട്ടിട്ടൊക്കെ എടുക്കുക. ഇത് നമ്മുടെ തേജുവിൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ തോന്നുന്നു കേട്ടോ. ട്രൗസറും ബനിയനാണ്. അപ്പോൾ അവന് ഇത് നല്ല നീളം കുറഞ്ഞിരിക്കുന്നു കേട്ടോ. ആകെ ഒരു മാതിരി ആയിരുന്നു ഇട്ടപ്പോൾ. അപ്പോൾ അവൻ വലുതായി വലിയ ചെക്കനായി എന്നും പറഞ്ഞു കേട്ടോ അച്ഛൻ. അപ്പോൾ അതിൻ്റെ ഡാൻസാണ് ഈ കാണണത്. ഇത് ചെറുതായി അച്ഛ കുപ്പായൊക്കെ ചെറുതായി പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തതായിരുന്നു. അപ്പം അച്ഛൻ അങ്ങനെ അവനെ പൊലിപ്പിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ കുട്ടി വലുതായി, ഹൈറ്റൊക്കെ വെച്ച് നീളൊക്കെ വെച്ചു, അതാണ് ബനിയനെ ഇറക്കില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെയാണ് ഈ എല്ലാവിധ പൊലിവും വലിയ കുട്ടിയായി എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പം അമ്മ ചായക്ക് ഇതേ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും പിന്നെ ഇഷ്ടു കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തേജു എല്ലാവരും ഇന്നലെ മൊത്തം ചിക്കനൊക്കെ അല്ല കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടു തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചിക്കൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എടുക്കാണ്ടിരിക്കാൻ നമുക്ക് തോന്നിയില്ലല്ലോ. അപ്പം ഞാനാണ് ആദ്യം തുടക്കമിട്ട് ഇഷ്ടുകറി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെ കേട്ടോ പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടു എന്ന് പറയണത്. ഇഷ്ടു എന്നാണ് ഇപ്പോൾ ഞാനൊക്കെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ട് ശീലിച്ചിട്ടാട്ടോ ഞാനങ്ങനെ പറയണത്. കുറേ പേര് സ്റ്റ്യൂ എന്നല്ലേ പറയുക, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. നമ്മളിവിടെ ഇഷ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടായിട്ട് ഞാനങ്ങനെ പറയണത്. പിന്നെ ഞാനാണ് തുടക്കം ചിക്കൻ കറിയുടെ ചാറ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയതാണ്. പിന്നെ എല്ലാവരും അതുമ്പോൾ പിടിച്ചു വിട്ടാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയ തപ്പിലാണ് ഇവരിവിടെ ഇളനീര് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇളനീരൊക്കെ പൊളിച്ച് ഇളനീരും വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളസാനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല രസമല്ലേ എത്തി പറഞ്ഞാല് അല്ലേ? അമ്മമ്മേന്റെ മറ്റേ സ്ഥലത്ത് തെങ്ങുണ്ടോ? ഇളനീരും വെള്ളം ഇഷ്ടമില്ലാത്തവരായിട്ട് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. നല്ല അത്യാവശ്യം മധുരവും പുളിയൊക്കെ കൂടിയിട്ട്. ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ നടന്നു കേട്ടോ ഇവർ ഈ ഇളനീര് കട്ട് ചെയ്തിടുന്നത്. എനിക്കാണെങ്കിൽ കുളിക്കണോടത്ത് തൊയിരം തന്നിട്ടില്ല കേട്ടോ തേജു. അമ്മ വേഗം വായോ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് പറഞ്ഞിട്ടാട്ടോ വിൻചേട്ടനും അമ്മയൊക്കെ കളിയാക്കണത്. അതിനാണ് ഇങ്ങനെ ഓരോ ആക്ഷനൊക്കെ കാട്ടണത്. അതായത് ഞാൻ കുളിക്കില്ല, അപ്പം എനിക്ക് തരാണ്ട് ഇവർ കഴിച്ചാലോ വെച്ചിട്ട് തോന്നുന്നു. വേഗം അതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നിട്ട് കുളിക്കണോടത്തുനിന്ന് ഇങ്ങനെ എനിക്ക് വേഗം കുളിച്ചിട്ട് വായോ, അവരിത് ഇളനീര് കട്ട് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ കഴിയും, വേഗം വായോ പറഞ്ഞിട്ട് തൊയിരം തരാണ്ടാട്ടോ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ മറ്റേ ഇളനീരിൻ്റെ ഉള്ളിലെ വെള്ളസാനം കൊണ്ട് എടുത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവർ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവർ ആദർശം എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് ഇതിലിട്ടാന്നു. അപ്പോൾ ജാറിൻ്റെ മുകളിൽ കൈ വെച്ച് തിരിക്കുക. എല്ലാവർക്കും ഒരു പേടി, കാരണം അതെങ്ങാനും കൂടി തെറിച്ചാലോ എന്ന്. അപ്പം ഞാൻ തന്നെ മുന്നിലേക്ക് നിന്നു. നല്ല മുറിച്ചായി തോന്നുന്നു. പഞ്ചസാരയോ 2 സ്പൂണാ? കട്ടായിട്ടുണ്ടാവും. കുറച്ച് കട്ടായിട്ട് ചെറിയൊരു അംശം. വിൻചേട്ടൻ 2 സ്പൂൺ പഞ്ചസാര ഇടാൻ പറഞ്ഞാൽ അതിലെനിക്ക് 3 ഇട്ടാലേ ഒരു സമാധാനമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 ഇട്ടത്. കാരണം വിൻചേട്ടൻ പഞ്ചസാരക്ക് ഭയങ്കര കുറവ് യൂസ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, ആദർശനമായിരിക്കും എല്ലാവർക്കും വേണ്ട. അവർക്ക് അത്യാവശ്യം ഷുഗർ കഴിക്കുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുണ്ടായിരുന്നു. അതായത് 2 എന്നുള്ളത് 3 ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതില് കൊള്ളൂടി
അടുക്കളമ്മായി അമ്മാവൻ അതില് കൊണ്ടാൽ ഈ വെക്കാൻ കഴിയുന്നുണ്ടാവില്ല ഫ്രീസറിൽ. കൊള്ളും. ഫ്രീസറിൽ കൊള്ളില്ല. ഇതിപ്പോ നിങ്ങൾ കുടിച്ചോ? ഫ്രീസറിൽ കൊള്ളും. ഞാൻ ഇതിൽ കുടിച്ചു തീർക്കണം. ഈ ഫോണല്ലടി വെള്ളത്തിൽ വെച്ചേക്കണ്. ടേസ്റ്റ് സ്ട്രോബെറി മിക്സ് ചെയ്യണം അതില്. ചേട്ടൻ ജാറ് തൊട്ടക്കി. അലമ്പാക്കല്ലേ? ചേട്ടൻ ജാറ് തുടക്കി. സംഭവം. അപ്പൊ ജാറ് തുടക്കാൻ മിനിഷേണ്ടല് കൊടുത്തിട്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ മറ്റേ ഇതില്ലേ അതിന്റെ കറങ്ങണത് ഇങ്ങനെ മുറിഞ്ഞ് ഇതാക്കണതില്ല, എന്താ അതിനെ പറയാ, ആ ബ്ലേഡ് അതിട്ട് അതുള്ള കാരണമാണ് വിൻചേട്ടൻ പേടിച്ച് കൈ ഇടുന്നത്. അത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മളിങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഇളനീരിന് തന്നെ ഒരു മധുരം ഒരു തരിപ്പും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതായിരുന്നു. ഇളനീര് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പഞ്ചസാരയും പാലൊക്കെ കൂടി അടിച്ചപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ നല്ല കട്ടിയായിരുന്നു കേട്ടോ. കട്ടയ്ക്കാ കിട്ടണത്. പാലൊഴിച്ചുകൊണ്ട് തോന്നുന്നു. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായിരുന്നു. പിന്നെ എന്താ നമ്മുടെ പുതിയ സ്റ്റൗവില്ലേ അത് ഫിറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. പാതച്ച് വന്നിട്ട് ഫിറ്റ് ചെയ്യാച്ചിട്ടായിരുന്നു. അവന് ഇതിൻ്റെ കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിറ്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഞാൻ ആദ്യം തുടച്ചു. നമ്മുടെ പഴയ ഗ്യാസ് അങ്ങോട്ട് എടുത്തപ്പോണ്ടല്ലോ അവിടെ മൊത്തം അമ്മയുടെ നിന്ന് ഇങ്ങനെ ഈ എണ്ണയും ഇതൊക്കെ തെറിച്ചിട്ട് അടിയിലൊക്കെ പറ്റി പിടിച്ച് ഭയങ്കര ഒരു വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചെടുത്തു. അമ്മയ്ക്ക് എന്താ വെച്ചാൽ അമ്മ അതൊക്കെ ക്ലീനാക്കി അത്രയും നോക്കണ ആളാണ്. പക്ഷെ ഞാൻ പറയാറില്ല, ഇപ്പം നമ്മുടെ പോലെ വീട്ടിലിരിക്കുന്ന ആളല്ലല്ലോ അമ്മ. അമ്മ ഡെയിലി ജോലിക്ക് പോണ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് എല്ലായിടത്തേക്കും കൈയെത്താറില്ല. അമ്മ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കുമെന്ന് മാത്രം. അല്ലാണ്ട് എൻ്റെ പോലെ ഇപ്പോൾ ഡെയിലി അമ്മയ്ക്ക് എല്ലായിടത്തും കൈയെത്തില്ല, അത് അറിയാം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു വീടും ജോലിക്ക് പോവാത്ത ആൾക്കാരുടെ വീടും നോക്കി അറിയാലോ, അത് എത്രയായാലും എത്തില്ല. അതങ്ങനെയാണ്. നമ്മൾ എത്രയൊക്കെ ഇതാക്കിയാലും ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ വീടാണെങ്കിൽ അവർക്ക് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതിൻ്റെതായ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പഴയ സ്റ്റൗ ആട്ട് അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കണത്. എന്നിട്ട് അത് നേരെ അടുക്കളുടെ മുകളിൽ തന്നെ റാക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒതുക്കി റെഡിയാക്കി വെച്ചു കൊടുത്തു കേട്ടാ. ഞാൻ ഒറ്റ മിനിറ്റ് ഡൗട്ട്. എന്റെ സംശയം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ദൂരം എത്തിയതിനു ശേഷം എനിക്ക് ഡൗട്ട്. വീടും താക്കോന്റെ കയ്യിലുണ്ട്. ഞാൻ വീട് കൂട്ടിയില്ലേത്. രണ്ടാമത് തിരിച്ചുപോയി. തിരിച്ച് ഞാൻ പോയി ഓണാകട്ടെ. ഈ സാധനം ഭയങ്കര ടൈറ്റാ. ഇല്ല, അങ്ങനത്തെ നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് മുകളിൽ വെക്കിയാൽ മതി. അല്ലെങ്കിൽ അത് ഓണാവും താഴത്തേക്ക്. അടി ശരി. ഇല്ലല്ല, ഇവിടെ ഓൾറെഡി നോക്കിയതാ. സെൻസർ അതിന് സൗണ്ട് അത് ഫിറ്റ് ചെയ്താ. ലോ ഫ്ലെയിമില് സൗണ്ട് വരും, ഹൈ ഫ്ലെയിമിൽ സൗണ്ട് ഉണ്ടാവില്ല. മനസ്സിലായി. നമ്മക്ക് എന്താ സൗണ്ട് ചോദിക്കുന്നൊക്കെ എന്താ കത്തി വരുന്നത് കണ്ടല്ലോ. ഫ്ലെയിമിലാവുമ്പോ ഈ സൗണ്ട്. പിന്നെ മീൻകറി വെക്കാനായിട്ട് ഞങ്ങളുടെ പ്ലാൻ. അപ്പം അമ്മമ്മ അതിലേക്കുള്ള സബോള, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നന്നാക്കി തരും. അമ്മമ്മ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. അമ്മമ്മ രാവിലെ എനിക്ക് ആദ്യം ചോദിക്കുക ചായക്ക് എന്താ ഉണ്ടാക്കണത്, ഉച്ചത്തേക്ക് എന്താ ഉണ്ടാക്കണത്, എന്താ അരിയാളത്, എന്താ നന്നാക്കാനുള്ളത് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കട്ടെ. ഒന്നും ചെയ്യണ്ട പറഞ്ഞാലും അമ്മമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പിന്നെ ഞാൻ ഒരു സൈഡിൽ കൂടെ അടിച്ചോറലും തുടക്കലും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മമ്മ വന്നൊരു പ്രത്യേകത എന്താണെന്നറിയാം, അമ്മമ്മ വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ കുറേ അങ്ങോട്ട് നന്നാക്കിയിട്ട് ഇങ്ങനെ ഒരു ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോന്നും പറഞ്ഞിട്ട് കുറേ നന്നാക്കി തരും. നമുക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര ഇപ്പോൾ നമ്മൾ ഒരു 1/4 കിലോ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇരുന്ന ആൾ നന്നാക്കി തരും. എന്നിട്ട് എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒരു പാത്രത്തിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളാൻ പറയും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അമ്മമ്മ വന്നാട്ട. പിന്നെ നമ്മുടെ തേജപ്പൻ്റെ ക്രോക്സ് ആണ് കഴുകാൻ കൊണ്ടുപോകണത്. അതായത് നമ്മുടെ ആദർശിൻ്റെ ചെരുപ്പ് അമ്മ കഴുകി വെക്കുകയായിരുന്നു സോപ്പ് പൊടി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അവൻ്റെ കഴുകി നിൽക്കുമ്പോഴാണ് അമ്മ തേജുവിൻ്റെ ചെരുപ്പിൻ്റെ കാര്യം ഓർത്ത്. അങ്ങനെ തേജുവിൻ്റെയും ആരുടെയും ഒരുവിധം ചളിയുള്ള ചെരുപ്പുകളൊക്കെ എടുത്തിട്ട് ഇതേ പോകുന്നുണ്ട് കേട്ടാ. എന്തായാലും സോപ്പ് പൊടി വെള്ളം കലക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി നമുക്ക് ഉണക്ക അവിടെ വെക്കും. പിന്നെ അതിൻ്റെ
ഇടയിൽ ഇതേ മീൻപുളി കേട്ടോ നമ്മൾ വെച്ചത്. തേങ്ങ അരച്ചിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഒന്നും അല്ല കേട്ടോ, സിമ്പിളായിട്ട് മീൻപുളിയാണ് വെച്ചേക്കണത്. ഞാനുണ്ടല്ലോ എങ്ങനെയൊക്കെ മീൻപുളി വെച്ചാലും എനിക്ക് ടേസ്റ്റ് തോന്നാറില്ല കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കണത്. എനിക്ക് ഒരു മീൻപുളിയുടെ ഒരു രസം തീരെ തോന്നാറില്ല ഞാൻ വെച്ചാട്ടേക്ക്. പക്ഷെ അമ്മയ്ക്ക് വെച്ചേക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെച്ചാൽ മതി പറഞ്ഞുട്ടാ. പിന്നെ മത്തി അടന്നുകൂട്ടാ, അതായത് നമ്മൾ ചാളാന്നൊക്കെ പറയില്ലേ, അതാണ് മീൻ. അപ്പോൾ അതേ കുറച്ചമ്മ അപ്പുറത്തെ സൈഡിൽ വറക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതെന്ത് ഈ പാത്രം അങ്ങനെ ചെരിഞ്ഞിരിക്കണ് ഞാൻ നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടാ. നേരത്തെ അമ്മ എന്തോ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയത്. അപ്പോൾ അതിങ്ങനെ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് അതിൻ്റെ ഹോളിൽ അങ്ങോട്ട് ചാടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ പൊങ്ങിയിരുന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നേരെയാക്കി വെച്ചു കൊടുത്തു. എന്നിട്ട് ഇതേ ആ സൈഡിൽ മീൻ വറക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മീൻപുളിയും ആക്കുന്നുണ്ട് കേട്ടോ. മീൻപുളിയുടെ വീഡിയോ ഒന്നും എനിക്ക് എങ്ങനെയാണെന്നൊന്നും അമ്മ കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് തോന്നുന്നു വെച്ചേക്കണത്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനിവിടെ തുടക്കിയായിരുന്നു. ഞാൻ അടിച്ചോരി തുടക്കണ നേരത്താണ് അമ്മ അവിടെ കറി വെച്ച് കിടന്നത് കേട്ടോ. പിന്നെ ഞാനും ആരും ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഷെൽഫ് വെക്കണം, ആകെ മൊത്തം അങ്ങോട്ട് ചെറിച്ചിട്ട് ആകെ ഒരു ജാതി വൃത്തികേടാവുന്നുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഷെൽഫൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ മീനൊക്കെ തിളച്ച് വന്ന് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴേക്ക് വലിയ ഭംഗി തോന്നിയില്ല കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പുളിയും എരും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ആരിരുന്ന് ഇങ്ങനെ അമ്മേനെ അങ്ങനെ ചീത്ത പറയേണ്ടത്, എന്തിനാ ഈ എണ്ണക്കുപ്പിയൊക്കെ വാങ്ങി തേക്കണത്? അമ്മ നമ്മുടെ പണ്ടത്തെ മാംഗോ ജ്യൂസിന്റെ കുപ്പിയിലും സ്പ്രൈറ്റിന്റെ കുപ്പിയിലൊക്കെയാണ് അമ്മ എണ്ണയും ഓയിലും കണ്ട ഓരോന്നൊക്കെ ആക്കി വെച്ചേക്കണത്. അപ്പൊ എന്തിനാ ഈ കുപ്പി വാങ്ങിയെന്ന് അതിലാക്കി ചൂടേന്നൊക്കെ ചോദിച്ചിട്ട് ആരും ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മ പൂരാട്ടോ, ഡിസംബർ 25-ാം തീയതിയാണ് നമ്മുടെ നാട്ടിലെ പൂരട്ടോ, എൻ്റെ വീട്ടിലെ പൂരം. അപ്പൊ അപ്പളക്കൊക്കെ വൃത്തിയാക്കണം, അപ്പളക്ക് എണ്ണക്കുപ്പി കയ്യിലേക്ക് മാറ്റാന്നാണ് പറയണത്. പിന്നെ നമ്മുടെ തേജ് വന്നിട്ട് ഇന്നലെ അച്ഛൻ സിപ്പപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ചോദിച്ചിട്ടാട്ടാ വന്ന് നിക്കണത്. ഇവൻ ഇതുണ്ടല്ലോ കഴിച്ച് തീർക്കും. അതുകൊണ്ട് അമ്മ ചീത്ത പറയണ്ടേ, അതൊക്കെ എല്ലാവരും കൂടി കഴിച്ചിട്ട് തീർത്തു, അല്ലെങ്കിൽ ഒക്കെ ഒറ്റയ്ക്ക് കഴിക്കും, അല്ല പനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയട്ടെ. എന്നിട്ട് അമ്മ അത് എനിക്ക് 2 ആർക്ക് 2 ഒക്കെ എടുത്തേരുണ്ട്. അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കണ കണ്ട് അവ എടുക്കും. അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, കുട്ടിക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും അതേട്ടെ ചെറുതായിട്ട് പനിയും ഒരുമാതിരി മൂക്കടപ്പും ഒരു വയ്യായികയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഒരു ഇതുണ്ട്. അത് നമുക്ക് എല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നത്. പിന്നെ നമ്മുടെ എൻ്റെ അച്ഛമ്മ കേട്ടോ, ഇപ്പുറത്തിരിക്കുന്നത് എൻ്റെ അച്ഛമ്മയാണ്. ഉച്ചയായപ്പോൾ അതേ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതേ അമ്മമ്മയും, അതായത് കിടക്കണത് എൻ്റെ അമ്മയുടെ അമ്മ, ഇപ്പുറത്തിരിക്കണത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അതേ അച്ഛമ്മയും അമ്മമ്മയും കൂടി ഇരുന്നിട്ട് അവരുടെ വിശേഷങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അച്ചാച്ചൻ എപ്പോഴും ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. പക്ഷെ അച്ചാച്ചൻ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് കയറി വരാറില്ല. പിന്നെ അമ്മ അതേ നമ്മുടെ ആദർശിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉണങ്ങി വരുമല്ലോ. ഉണങ്ങി വന്നപ്പോൾ അത് നല്ല വെയിൽ കണ്ടപ്പോൾ മതിലിൻ്റെ മുകളിൽ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണ്ട അതിൻ്റെ മുകളിൽ പൊടി ഉണ്ടാവും, ചളി ആവില്ലേ എന്നൊക്കെ ചോക്കിണ്ടായിരുന്നു. പക്ഷെ ഒരുവിധം ഉണങ്ങിയ ഡ്രസ്സാണ്, ചെറുതായിട്ടൊന്നും ഇങ്ങനെ വെയിലടിച്ചാൽ മതി, ഒരു മണം ഉണ്ടാവില്ല, അത് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇടുന്നത് കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ഞങ്ങളെല്ലാവരും ചോറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചോറുണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. വിൻഷേട്ടനും അച്ഛനും ആദർശമൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറുണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഇവർ വന്ന് ചോറുണ്ടുമ്പോഴാണ് ഞാൻ ഒന്ന് വ്ളോഗ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പോലും ഞാൻ ആലോചിച്ചത്. അപ്പോൾ അത് അവർ മീൻ വറുത്തതും അതുപോലെ തന്നെ നമ്മുടെ മീൻകറിയും, പിന്നെ വിൻഷേട്ടൻ കളി കണ്ടിട്ടോ. വിൻഷേട്ടൻ ഊണിലും മുറക്കത്തിലും ക്രിക്കറ്റ് കളിയാണ് ഗൈസ്. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്നിട്ട് ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഇവർ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ടായിരുന്നു വിൻഷേട്ടനും അച്ഛനൊക്കെ. പിന്നെ അമ്മ അതേ ആ നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ല ചോറൊക്കെ കൊണ്ടിരിക്കണ നേരമല്ല. അപ്പം അമ്മ നമ്മളെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതൊക്കെ എടുത്തിട്ട് ഇത് എല്ലാവർക്കും കൊടുന്നു തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ നോക്കുകയാണ്. ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് നമ്മുടെ ചാത്തന്നൂർക്ക് ഇട്ട പട്ടാമ്പിക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ആമയോട് ടാറ്റ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേ വിൻഷേട്ടൻ വണ്ടിക്ക് എടുത്തിട്ട് നമ്മളങ്ങോട്ട് വീട്ടിലേക്ക് പോവാൻ നോക്കുക കേട്ടോ. അപ്പം രാത്രിക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഇത് തന്നയക്കുന്നുണ്ട്. ഇനി ചെന്നിട്ട് വെക്കാൻ നിൽക്കണ്ട, ഞങ്ങളുടെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നാ പറയുന്നത്. പിന്നെ രാത്രി യാത്ര വേണ്ട, ഒരു ഇത് സുഖം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരുട്ടാവണോട് കൂടി വീട്ടിലെത്താം. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങാമല്ലോ. നമ്മളൊരു വൈകിട്ടത്തെ വെള്ളക്കുളത്തിലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് പോണത്. അപ്പം ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു. പിന്നെ അമ്മ അതേ കറിയും പിന്നെ അച്ചാറില്ല, നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഒക്കെ ഇതൊരു ടിന്നിലാക്കി തരുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മ ഇനി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാട്ടപ്പം നിൽക്കണം. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇരുമ്പമുളി അച്ചാർ. അപ്പം അതും ഒരു പാത്രത്തിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ കറിയും കാര്യങ്ങളും എല്ലാതും ഇതേ നമ്മുടെ വണ്ടിയുടെ ഉള്ളൊക്കെ ആക്കി വെച്ച് ഞങ്ങളിതേ പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ വണ്ടി ഇറക്കിക്ക് ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ എനിക്ക് പേടിയാട്ടോ. ഒരു ഇറക്കാണ്, ഇങ്ങോട്ട് ഇറക്കി കിട്ടിയ പിന്നെ പാലത്തിന്റെ മുകളിൽ കൂടെ നേരെ റോട്ടിക്ക് ഞാൻ തന്നെ ഇറക്കൂട്ടോ. അപ്പോൾ ഞാൻ വിൻഷേട്ടനോട് എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വിൻഷേട്ടനോട് വണ്ടി എടുത്തോന്ന് പറഞ്ഞിട്ട് വിൻഷേട്ടനായിട്ടാ വണ്ടി ഓടിക്കണത്. പിന്നെ
അച്ഛനോടും എല്ലാവരോടും യാത്ര പറയുകയാണ്. ഞങ്ങൾ കയറി പോകാൻ നോക്കാട്ടാ. വീട്ടിലിങ്ങനെ എല്ലാവരെയും കണ്ടോണ്ട് തന്നെ എനിക്ക് പോകുമ്പോൾ നല്ല മടിയുണ്ട് കേട്ടോ. എനിക്ക് 2-3 ദിവസം കൂടി നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണ്. ഒന്നാമത് അമ്മമ്മ ഇരിക്കുന്നുണ്ട്, ആര്യ, അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പോകുമ്പോൾ നല്ല മടിയുണ്ട്, പോണ്ട അതിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ അവിടേക്ക് ഒരു തിച്ചൂരൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയില്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ മൈൻഡൊക്കെ മാറി നമ്മുടെ ഒരു ഇതിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കറുവത്തൂർ എത്തിയിട്ട് നമ്മുടെ പാറും ചിത്തുട്ടേട്ടനും അവരുടെ ഉണ്ണിയുടെ 28 കേട്ടോ തിങ്കളാഴ്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിക്ക് ഡ്രസ്സ് നോക്കാൻ ഞങ്ങൾ കയറിയിട്ട്, അല്ലെങ്കിൽ മറക്കും അത്. അപ്പോൾ ഞങ്ങൾ കൈയോടെ എന്തായാലും ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ണികൾക്കുള്ള ഡ്രസ്സ് നോക്കാൻ കയറി. ഇവിടെ കയറിയ പാടെ തേജു ഓടുന്നത് തേജുവിനുള്ള ഡ്രസ്സിൽ കേട്ടോ. അവൻ അപ്പോഴേക്കും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അവനുള്ളത് അവിടെ മാറ്റി വയ്ക്കൽ അവൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതേ ചെറുതായിട്ട് ക്രോപ്പ് ടോപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് അതും എടുത്ത് നോക്കി. പക്ഷെ ഞാൻ എനിക്ക് എടുത്തില്ല കേട്ടാ. പക്ഷെ നമ്മുടെ ഉണ്ണിക്കുള്ളതാട്ടോ ഞാൻ നോക്കണത്. എനിക്കിങ്ങനെ ഒരു ഐഡിയ കിട്ടണില്ല. 28 ബേബി ബോയ് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ഇതൊക്കെ ഞാൻ എടുത്തതാട്ടോ. ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു. അതായത് ഇപ്പോൾ പുറത്തേക്ക് തന്നെ ഇപ്പോൾ അവർക്ക് പോളിയോ കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കാൻ നമ്മൾ പോവുമല്ലോ, അപ്പോഴൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് സാധനങ്ങളാട്ടോ. പിന്നെ ഇതൊരു സെറ്റാണ് വരണത്. ഇതിൽ ഒരു പാൻറ്റും അതുപോലെ തന്നെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു പാനലാട്ടോ, ട്രൗസറാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഷർട്ട് പോലെയും അതുപോലെ തന്നെ ഒരു ബനിയൻ വരുന്നുണ്ട്, ക്യാപ്പ് വരുന്നുണ്ട്, ഉണ്ണിയുടെ കാലുമയ്ക്ക് ഇടാനുള്ള സോക്സ്, കൈമയ്ക്ക് ഇടാനുള്ളത്, അങ്ങനെയുള്ള എല്ലാതും കൂടിയിട്ടുള്ളൊരു സെറ്റാട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എൻ്റെ കളർ ചേഞ്ച് ചോദിച്ചു, പക്ഷേ വേറെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പിന്നെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതെല്ലാം നല്ല മെറ്റീരിയൽ, ഉണ്ണികൾക്കൊക്കെ ഇടാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഞാൻ എനിക്ക് വലിയ ക്ലിപ്പൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് നോക്കി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ക്ലിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല. ഉണ്ണിക്ക് ഒരു 3-4 ജോഡി എടുത്തു. പിന്നെ നമ്മുടെ തേജപ്പന് ഒരു ബ്ലാക്ക് ഒരു ബനി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തേജുവിൻ്റെ സ്വഭാവം അതാണ്, ഏത് കട ചെന്നാലും ആദ്യം ഓടിച്ചെന്ന് പിടിക്കുക ബ്ലാക്കാണ്. എത്ര ബ്ലാക്ക് ഉണ്ടോ വെച്ചാൽ അറിയില്ല, പക്ഷെ അവൻ ബ്ലാക്ക് അവന് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അത് നല്ല ഇഷ്ടമായിട്ടോ അവരെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എടുത്തു. ഞാൻ ഉണ്ണിയുടെ 28-ന് മുമ്പ് ഉള്ള വീഡിയോയിൽ കാണിക്കാം കേട്ടോ ആ ഡ്രസ്സ് ഏതാന്ന്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മളിതേ വീട്ടിലേക്ക് എത്തിയിട്ടു. ഇനി വീട്ടിലെത്തിയിട്ട് ഒന്നൊന്ന് തുടങ്ങണം. അങ്ങനെയല്ല, ഇപ്പം ഇന്നലെ പോയിട്ടുള്ളൂ സംഭവം അവിടുന്ന്. പക്ഷെ എന്നാലും ഒരു ദിവസം മാറി നിന്നുകൊണ്ട് നമുക്ക് വീട്ടിലെത്തിയപ്പോൾ കുറേ നാളൊക്കെ മാറി നിന്ന പോലെ വീട്ടിൽ നിന്നിട്ടാ. പിന്നെ ഞാനും തേജു ഇതേ ഇവിടെ TV കാണാനിട്ട് ഇരുന്നിട്ട്, തേജുവിന് ഈടെ ആയിട്ടുണ്ടല്ലോ എപ്പോഴും ഈ വാലാട്ടി സിനിമയില്ലേ അത് കാണലാണ് പണി കേട്ടോ. ഞാൻ പറയാ ഈ ഒരാഴ്ചയിൽ ഒരു 5-8 വട്ടം പടം ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. എപ്പോൾ നോക്കിയാലും ഇത് ഇരുന്ന് കാണലാണ് കേട്ടോ പണി. അപ്പം എത്ര മാറ്റാൻ പറഞ്ഞാലും മാറ്റിടില്ല. ഞാൻ എന്താണ് ഇതൊന്നും മാറ്റിടാതാണ് കേട്ടോ ഈ പറയണത്. എന്നാലും കുട്ടി ഇതിരുന്ന് ഇങ്ങനെ കാണൂട്ടാ. പിന്നെ വിൻഷേട്ടൻ വേഗം നമ്മുടെ മതിൽ നനയ്ക്കുകട്ടോ ചെയ്യണത്. കാരണം നമ്മൾ ഇന്നലെ ഡെയിലി നനയ്ക്കണമല്ലോ, 2 നേരം നനയ്ക്കണം. പക്ഷെ നമ്മൾ രാവിലെ ഒന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ രാത്രി നനച്ചിട്ട് അങ്ങനെ പോവല്ലേ ചെയ്ത്. അപ്പോൾ അതൊക്കെ അതേ നനച്ച് സെറ്റാക്കുന്നുണ്ട്. വിൻഷേട്ടൻ ഉണ്ടല്ലോ കളിക്കാൻ പോയിട്ട് ടെറഫിലേക്ക്. അപ്പോൾ 7 മണി 6:30 7 മണി 6:30 ഇവിടെ എത്തുമ്പോൾ 7 മണി തൊട്ടിട്ടാണ് കളി. അപ്പോൾ ഞാനും തേജും ഉള്ളൂ. ഇനി എന്നിട്ട് അമ്മ കറിയും എല്ലാതും അമ്മ തന്നയച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പൂരി തന്നയച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി തന്നയച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ചപ്പാത്തി പാക്കറ്റ് ഒരെണ്ണം വാങ്ങി. അപ്പം ഇനി അത് വേണ്ടി വരുമോ? പൂരി ഇരിക്കുന്നു. ഞാൻ പൂരി കണ്ടില്ല, ഞാൻ കറി മാത്രം വെക്കാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നിട്ട് ചോറ് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വിൻഷേട്ടൻ ചോറ് വേണ്ട പറഞ്ഞിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഇപ്പോൾ വേഗം ചൂടാക്കി വെച്ചു, ഇനി കേടാവുണ്ടാച്ചിട്ട് കഴിക്കാറാകുമ്പോൾ ചപ്പാത്തി ആക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ ഒന്ന് നന്നായി ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് ചപ്പാത്തി ചുട്ടിട്ട് ഞാൻ ഫുഡ് കഴിക്കണം. വിൻഷേട്ടനെ കാക്കടില്ല, ചിലപ്പോൾ വിൻഷേട്ടൻ വരുമ്പോൾ കുറച്ച് വൈകുന്നുണ്ടായിരിക്കാം. അപ്പോൾ വിശക്കണമുണ്ട്. ഇപ്പോൾ വിശക്കല്ല, ഇനിയിപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴേക്കും വിശക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് ഫുഡ് അടി കഴിഞ്ഞിട്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വിൻഷേട്ടൻ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരെ. പിന്നെ ഇതേ മേലൊക്കെ കഴുകി വന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ തേജുവിന് ചപ്പാത്തി മതി പറഞ്ഞപ്പോൾ അവൻ അത് കൊടുത്തു. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഇത് എവിടെ ഇരുന്നിട്ട് നൈറ്റത്തെ ഫുഡ് സെറ്റാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിൻഷേട്ടൻ ഞാൻ പറഞ്ഞില്ല കളിക്കാൻ പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോസിന് എടുക്കാൻ നിന്നില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ എടുക്കട്ടെ ചെയ്ത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.